എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നു വരുവാണ്. കടയിലൊക്കെ പോയി ഇങ്ങനെ നടന്നു വരുവാണ്. ചന്ദ്രക്കാണെങ്കിൽ അറിയാമല്ലോ, രേവതിയെ പറ്റി കുറ്റം പറയാനേ നേരെയുള്ളൂ. അപ്പോൾ രേവതിയും സച്ചിയും പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവർ റോഡിലൂടെ നടന്നു വരുവാണ്. ചന്ദ്ര ഭാമയോട് ചോദിക്കുവാണ്, ഈ രേവതിയും സച്ചിയും അവിടെ നിന്ന് ഓടിക്കാൻ വല്ല മാർഗമുണ്ടോ? അവർ കാരണം എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്. സച്ചിയാണെങ്കിൽ വർഷയെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വർഷക്കാണെങ്കിൽ സച്ചിയെ കണ്ണിനെ നേരെ കണ്ടുകൂടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വർഷയും ശ്രുതിയും ഇപ്പോൾ ആകെ പറയുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുവാണ്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെയാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും രേവതിയും സച്ചി ആ വീട്ടിൽ നിന്ന് ഓടിക്കണം. ഒരു സമാധാനവുമില്ല. രേവതിക്ക് ആ പൂക്കട ഇട്ട് പിന്നെ അഹങ്കാരം കുറച്ച് കൂടി വരുന്നുണ്ട്. രവിയേട്ടപ്പം ബാമ പറയും, രവിയേട്ടനോട് നിനക്ക് പറഞ്ഞൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും, ഓ രവിയേട്ടനോട് പറഞ്ഞാൽ അദ്ദേഹം ആകെ പറഞ്ഞത് ഈ വീട് വിറ്റ് നമുക്ക് അച്ചാമ്മയുടെ വീട്ടിലോട്ട് പോയി നിൽക്കാം എന്നാണ്. എനിക്കാണെങ്കിൽ അവിടെ പോകുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ രേവതിയും സച്ചിയും പറ്റി മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഭാമ പറയും, നീ എപ്പോഴും ഇങ്ങനെ അവരെ മാത്രം കുറ്റം പറയാതെ, നിൻ്റെ ശ്രുതിയുടെയും കയ്യിലൊക്കെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്, നീ എന്താ അതൊന്നും പറയാത്തതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, പിന്നെ എൻ്റെ ശ്രുതി പഠിച്ചവനാ, ശ്രുതിയാണെങ്കിൽ നല്ല കോടീശ്വരൻ്റെ മോളും, അവരങ്ങനെ മിസ്റ്റേക്കൊന്നും ചെയ്യില്ല. ഈ രേവതിയും സച്ചിയാണ് ഇങ്ങനെ, അവരെങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയും, എന്ത് വെയിലാണ്, എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. ദേ ഇതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തും ഇവരിങ്ങനെ നടന്ന്. അപ്പോൾ ഭാമ പറയും, ദേ ഇതാണ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോട്ടൽ, ഇവിടെ നല്ല ഫുഡാണ്, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയും. ആ ഹോട്ടലിലാണല്ലോ നമ്മുടെ ശ്രുതി വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ നോക്കുമ്പോൾ ശ്രുതി നോക്കുമ്പോൾ അമ്മയും ഭാമയച്ചിയും കൂടി വരുവാണ്. ശ്രുതി അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ പോകും. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാനിവിടെ നിൽക്കുന്നത് കണ്ട അമ്മ എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ, ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്കാരനാണെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ടെൻഷനാവും. അപ്പോൾ അമ്മയും ബാമയും കൂടി കാണുമ്പോഴേക്കും ശ്രുതി വേഗം ഓടി വാഷിംഗ് ഏരിയയിലോട്ട് പോയി അവിടെ ഒളിച്ചു നിൽക്കും. അപ്പോൾ ചന്ദ്ര പറയും, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഐഡിയ പറഞ്ഞ് താ ബാമ, എനിക്ക് മതിയായി എന്ന് പറയുമ്പോൾ ബാമ പറയും, നമുക്കാദ്യം ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ബാമ നേരെ വാഷിംഗ് ഏരിയയിലോട്ട് പോകുവാണ് കൈ കഴുകാൻ വേണ്ടി. അവിടെയാണെങ്കിൽ ശ്രുതിയും ഒളിച്ച് നിൽപ്പുണ്ടല്ലോ. ശ്രുതിയാണെങ്കിൽ ബാമയെ കണ്ടതും എങ്ങോട്ട് ഓടണമെന്ന വെപ്രാളം കൊണ്ട് നേരെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും. ബാമ പിന്നെ കൈ കഴുകി അങ്ങോട്ടേക്ക് ടേബിളിൽ പോയിരിക്കും. അവർ ചോദിക്കും, എന്താ ഞങ്ങൾ വന്നിട്ട് എത്ര നേരമോ, ഇത്ര നേരിട്ട് ഒരാൾ പോലും ഞങ്ങളുടെ ഓർഡർ എടുക്കാനൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, എവിടെ അവനോട് വന്ന് ഓർഡർ എടുക്കാൻ പറയാമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ടെൻഷനാവും. അയ്യോ ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ അവരെന്നെ കാണുമല്ലോ എന്നൊക്കെ ഓർത്ത് വരുമ്പോഴാണ് വേറൊരു ഓർഡർ എടുക്കുന്ന ചേട്ടനോട് അവിടുത്തെ തന്നെ ഹോട്ടലിലെ ചേട്ടാ പോയി അവരുടെ ഒന്ന് ഓർഡർ എടുക്കുക, അവരെനിക്ക് അറിയാവുന്നവരാണെന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറയും, അറിയാവുന്നവരാണെങ്കിൽ നല്ലതല്ലേ, നീ പോയി ഓർഡർ എടുക്ക്, എന്നിട്ട് അവരെ കൊണ്ട് ഒരുപാട് ഭക്ഷണം തീറ്റിക്ക്. അപ്പോൾ ഓണർക്ക് നല്ല സന്തോഷവും ഓണർ നിന്നെ പ്രശംസിക്കും എന്നൊക്കെ ആ ചേട്ടൻ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, പ്ലീസ് ചേട്ടാ ഒന്ന് പോയി ഓർഡർ എടുക്കുക, എനിക്ക് വേണ്ടി ഓർഡർ എടുത്താൽ ഞാൻ ചേട്ടന് വേണ്ടി വേറെ 2 ഓർഡർ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടനെ സോപ്പിട്ട് വിടുവാണ്. ആ ചേട്ടൻ പോയി ഓർഡറൊക്കെ എടുത്ത് അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കും. ചന്ദ്രക്കാകെ അപ്പോഴും പറയാനുള്ളത് എന്തെങ്കിലും പറഞ്ഞതാ രേവതിയെ പുറത്താക്കാൻ എന്നൊക്കെയുള്ള ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവിടുത്തെ ഓണർ ഇങ്ങനെ വിളിക്കുന്നത്, ആ ശ്രുതി എവിടെ, ആ ശ്രുതിയോട് വന്ന് ഓർഡർ എടുക്കാൻ പറ, കുറേ നേരമായല്ലോ അവനെ കണ്ടിട്ടെന്ന് പറഞ്ഞ് ഒച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കുവാണ്, ശ്രുതിയോ? എന്നിട്ട് ബാമയോട് പറയും, എൻ്റെ മോൻ്റെ പേര് വെച്ചിട്ട് ആരോ ഇവിടെ വെയിറ്ററിൻ്റെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഭാമ പറയും, അതിനെന്താ, ഈ ജോലി അത്ര മോശമൊന്നുമല്ലല്ലോ, ചെയ്യട്ടെ എന്ന് പറയും. എൻ്റെ മോൻ കണ്ടില്ലേ, എൻ്റെ മോൻ പേര് വെച്ചവരൊക്കെ നല്ല ജോലി, ഓഫീസിലെ ജോലി വേണം എടുക്കാൻ, എൻ്റെ മോനെ കണ്ടില്ലേ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ആ പേരും വെച്ച് ഇവിടെ ആരാ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് പിന്നെയും ശ്രുതി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ശ്രുതിയെ ഫോൺ വിളിക്കാൻ പോകും. അവൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത്, വീട്ടിൽ പ്രശ്നമായിട്ട് സച്ചിയായിട്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിക്കുവാണ്. ശ്രുതി ഫോൺ എടുത്തിട്ട് പറയും, അമ്മേ ഞാനൊരു മീറ്റിങ്ങിലാണ്, അമ്മേ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും. അപ്പോഴും ഓണർ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്, ശ്രുതി എവിടെ വന്ന് ഓർഡർ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുമെന്നറിയോ, ഈ കണ്ണടയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് ആളെ മനസ്സിലാവാത്ത വിധം വേറൊരു ടേബിളിൽ ഓർഡർ എടുക്കാൻ വേണ്ടി പോകും. ചന്ദ്രക്ക് പെട്ടെന്ന് കാണുമ്പോൾ അവർ ഫുഡ് കഴിക്കുമല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ശ്രുതി ഹാവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഓർഡറൊക്കെ എടുത്ത്
പിന്നെ പോകുവാണ്. അങ്ങനെയാണ് ശ്രുതി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. ശ്രുതിയുടെ ഈ കള്ളത്തരം എത്ര നാളുണ്ടാവും എന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഇന്ന് ചന്ദ്രയും ഭാമയും പറ്റിച്ച പോലെ അധികം നാളൊന്നും ഈ നാടകം ഓടത്തില്ല. ഇത് അടുത്ത് തന്നെ ഈ എപ്പിസോഡ് ഉണ്ടാവുന്നതാണ്. നല്ല രസമാണ്, നല്ല കോമഡി എപ്പിസോഡാണ്. എല്ലാവരും മറക്കാതെ കാണുക. ചെമ്പനീർ പൂവിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.